Hi friends, welcome to my frocks. ഇന്ന് നമ്മൾ മൈ ഫ്രോക്സിൽ ഒരു ഫ്രോക്കിന്റെ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഈ ഫ്രോക്കിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരു ഡിസൈനർ ഫ്രോക്ക് ആണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ്. ഇതിന്റെ ഈ വി കട്ട്, ഈ വേസ്റ്റ് പോർഷനിൽ നിങ്ങൾ കാണുന്നില്ലേ, വി പോലെ വരുന്നതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു 10 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടിയുടെ അളവിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അളവുകളിൽ വ്യത്യാസം വരുത്തി നമുക്കിത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും തയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്രോക്കാണ്. നമ്മൾ വെഡ്ഡിംഗ് ഗൗണായിട്ടൊക്കെ ഈ മോഡൽ യൂസ് ചെയ്യാറുണ്ട്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാത്ത തയ്യലും കൂടിയാണ് ഇതിൻ്റേത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നെറ്റ് ക്ലോത്ത് ആണ്. ഇത് 2 മീറ്റർ ക്ലോത്ത് ഉണ്ട്. ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഈ നെറ്റ് ക്ലോത്തിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനിങ് ക്ലോത്ത് ആണ്. അപ്പോൾ നെറ്റ് ആയതുകൊണ്ട് തന്നെ ലൈനിങ് ക്ലോത്ത് അല്പം ക്വാളിറ്റിയുള്ള നല്ല ക്ലോത്ത് തന്നെ വാങ്ങിക്കുക. സാധാരണ ലൈനിങ് അല്ല വാങ്ങിക്കേണ്ടത്. അല്പം ക്വാളിറ്റിയുള്ള സാറ്റിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോട്ടൺ സിൽക്ക് പോലെയുള്ള ക്ലോത്ത്, ഇത് കോട്ടൺ സിൽക്കിൻ്റെ ക്ലോത്താണ്, അതുപോലെയുള്ള ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുക. പിന്നെ ഞാൻ ഈ ടോപ്പിന് എടുത്തിരിക്കുന്നത് ഇവിടെ സാറ്റിൻ ക്ലോത്താണ്. ഇത് ഗൗൺ സാറ്റിൻ്റെ ക്ലോത്താണ്. സാധാരണ സാറ്റിൻ നമ്മൾ വാങ്ങിച്ചാൽ പെട്ടെന്ന് അത് പോകും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ധാരാളം ഫ്രോക്സിൻ്റെ വീഡിയോസ്, വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു നോക്കുക. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാൻ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ക്ലോത്താണിത്. അപ്പോൾ ലൈനിങ് ക്ലോത്തിലാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതും ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് 16.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 30 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് വേണ്ടത്. അപ്പോൾ രണ്ടായിട്ടാണ് തുണി മടക്കി ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടായിട്ടാണ് മടക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പീസ് വന്നിട്ട് തയ്യൽ തുമ്പ് അടക്കം 16.5 ഇഞ്ച് വെച്ചാണ് ഉള്ളത്. 15 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് നമുക്ക് രണ്ട് സൈഡിലും 3/4 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 16.5 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുന്നു. നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് അനുസരിച്ചാണ് എപ്പോഴും ക്ലോത്ത് മടക്കി ഇടേണ്ടത്. പിന്നെ ക്ലോത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ സാധാരണ കട്ട് ചെയ്യാനായിട്ട് ഫ്രോക്ക് നമ്മൾ എടുക്കുന്ന അളവുണ്ടല്ലോ, ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ എടുക്കുന്ന അളവ്, അതിപ്പോൾ ഒരു 6-7 വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 8-8.5 ഇഞ്ചായിരിക്കും. 8 ഇഞ്ച് അല്ലെങ്കിൽ 8.5 ഇഞ്ചൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടി നമ്മളൊരു 9.5 ഇഞ്ചൊക്കെ ആയിരിക്കും നോർമലി എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ തയ്ക്കുന്നത് ഒരു 10 to 11 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയുടെയാണ്. അപ്പോൾ ഇതിന് വേണ്ട വേസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11.5 ഇഞ്ച്. 11.5 ഇഞ്ചാണ് നമുക്ക് യോക്ക് പോർഷന് വേണ്ട നീളം. അപ്പോൾ അത് അവരവരുടെ, ഇപ്പോൾ ഇതിപ്പോൾ ഈ തയ്ക്കുന്ന ഉടുപ്പ് ശരിക്കും വലിയ ഗൗണൊക്കെ പോലെ തന്നെയും നമ്മൾ വെഡ്ഡിങ് ഗൗണൊക്കെ തയ്ക്കുന്ന മോഡലിലുള്ള ഒരു ഉടുപ്പാണിത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ വലിയ ആൾക്കാർക്ക് അതനുസരിച്ചുള്ള അളവ്, ആ വേസ്റ്റിൻ്റെ പോർഷൻ, നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ ഷേപ്പിൻ്റെ ആ ഭാഗം എടുക്കത്തില്ലേ, 13 ഇഞ്ചൊക്കെ എടുക്കുന്ന ആ പോർഷൻ വരെ അതെത്രയാണെന്ന് നിങ്ങൾ മെഷർ ചെയ്തിട്ട് അവരവരുടെ നീളം അനുസരിച്ച് മെഷർ ചെയ്തെടുക്കുക. ഇവിടെ വേസ്റ്റിൻ്റെ അളവ് 11.5 ഇഞ്ചാണ്. അപ്പോൾ അതിനോടുകൂടി ഒരു 4 ഇഞ്ച് കൂടി, അതായത് 15.5 ഇഞ്ച് നീളത്തിലാണ് ഞാനിവിടെ, 15.5 അല്ലെങ്കിൽ 16, തയ്യൽ തുമ്പടക്കം 16 ഇഞ്ച് നീളത്തിലാണ് ഞാനിവിടെ ക്ലോത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് 16 ഇഞ്ചാണ്. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഞാനിവിടെ 4 ഇഞ്ചാണ്, ഈ 10.5 തൊട്ട് 14.5 വരെയാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ചാണ് ഇവിടെ താഴത്തേക്ക് ഇറക്കം എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 3 ഒക്കെ എടുത്താൽ മതി. അത് അവരവരുടെ ഇറക്കം അനുസരിച്ച് എടുക്കുക. രണ്ടായിട്ടാണ് ഞാനിവിടെ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ ഇപ്പോൾ ഈ 16 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ഈ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്ന ക്ലോത്തിനെ ഞാൻ ഒന്നുകൂടി മടക്കുന്നു, 4ആയിട്ട് മടക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചുള്ള തുണി കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ചെയ്യുക. ഞാനിവിടെ ബാലൻസ് ക്ലോത്തിൽ നിന്നാണ് സ്കേർട്ടിനും എടുക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ആദ്യമായിട്ട് ചെയ്യുന്നവർ അങ്ങനെ സെപ്പറേറ്റ് തുണി കട്ട് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഇത്രയുമാണ് നമുക്ക് വേണ്ട ലെങ്ത്ത്. തുണി ദേ ഇവിടെ മുറിഞ്ഞ ഭാഗമാണ് കണ്ടോ, 4 പീസായിട്ട് ഇവിടെ കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ 4 പീസായിട്ട് കിടക്കും. ഇവിടെ മുറിയാത്ത ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് മുറിയാത്ത ഭാഗത്ത് നിന്നും മുറിഞ്ഞ ഭാഗത്തേക്കാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തു പോകേണ്ടത്. ഇതിനു മുമ്പ് ഞാൻ ധാരാളം ഫ്രോക്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നും കഴുത്തിൻ്റെ അകലം, കഴുത്തിൻ്റെ ഇറക്കം, ഷോൾഡർ, ആം ഹോൾ തുടങ്ങിയ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തു പോവാം. ഞാനിവിടെ കഴുത്തിൻ്റെ അകലം ആദ്യം അടയാളപ്പെടുത്തുന്നു. 2.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗം വന്നിട്ട് 5.5 ഇഞ്ച്. നമുക്ക് ഈ ഷോൾഡർ എടുത്ത ആ ഭാഗത്ത് നിന്നും താഴേക്ക് കൈക്കുഴി മാർക്ക് ചെയ്യുക. ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്.
ഇത് കൈക്കുഴി. ഇനിയും കഴുത്തിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബോക്സായിട്ട് വരച്ചു. ബാക്ക് പീസിൽ ഇറക്കം കുറച്ച് മതി എന്നുള്ളവരെ 2 ആയിട്ടിട്ട് മാത്രമേ കഴുത്ത് കട്ട് ചെയ്തെടുക്കാവൂ. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും 3 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച് താഴ്ത്തി 1/2 ഇഞ്ച് താഴ്ത്തി ഷോൾഡർ സ്ലോപ്പും മാർക്ക് ചെയ്യുന്നു. കൈയുടെയും കഴുത്തിൻ്റെയും ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഒന്നുകിൽ ആംഹോൾ കർവ് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ വെട്ടിയെടുക്കാവുന്നതാണ്. കൈകൊണ്ട് തന്നെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചതുരമോ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ റൗണ്ട് കട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഈ വരയുടെ തൊട്ട് താഴെയായിട്ടാണ് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റിൻ്റെ ടോട്ടൽ അളവെന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. തുണി 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് 30/4 അങ്ങനെ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ബാക്കി ഇതിപ്പോൾ 8.75 ഉണ്ട്, 8.5 ഉണ്ട്. 1 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് ഇട്ടിരിക്കുന്നു. ഇതാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. ഇനി അടുത്തത് വേസ്റ്റിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ 10.5 ഇഞ്ചിലാണ് വേസ്റ്റ് മെഷർമെൻറ്റ്. 10.5 ഇഞ്ച് വരെയാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 10.5 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. 10.5 ഇഞ്ചിൽ വേണ്ട അളവ് 10.5 ഇഞ്ചിൽ എനിക്കിവിടെ 7 ഇഞ്ചാണ് വേണ്ടത്. വേസ്റ്റിൻ്റെ അളവ് 7 ഇഞ്ച്. ഇവിടെ 7.5 മാർക്ക് ചെയ്തു, ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അത് നമുക്കിങ്ങനെയൊന്ന്, ഇത് വേസ്റ്റിൻ്റെ അളവാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, താഴെ എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇവിടെ നിന്നും കൃത്യമായിട്ട് ഇതിൻ്റെ ഈ ടിപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വരയ്ക്കുക. അപ്പോൾ ഇത്രയും സ്റ്റിച്ചിങ് അലവൻസ് ആണ്. ഇത് നമുക്ക് തയ്ക്കേണ്ട മാർക്കിംഗ് ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് ഇതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതേപോലെ തന്നെ ഒന്നുകൂടി ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലോ 1/2 ഇഞ്ച് ഗ്യാപ്പിലോ ഇങ്ങനെയൊന്ന് വരയ്ക്കുക. ഈ ഭാഗത്തുകൂടി ഈ ലൈനിൽ കൂടി വേണം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം നെക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ എടുത്ത മെഷർമെൻറ്റിൽ തന്നെ ഈ നീളത്തിലും വീതിയിലും തന്നെ നമ്മുടെ നല്ല ക്ലോത്തും കട്ട് ചെയ്ത്, അതായത് മുകളിൽ വെക്കേണ്ട, ഇത് ലൈനിങ് ക്ലോത്താണ്, മുകളിൽ വെക്കേണ്ട ക്ലോത്തും കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ലൈനിങ്ങിൽ ഈ മെഷർമെൻറ്റൊക്കെ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം മാത്രം പുതിയ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ പോർഷൻ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഷോൾഡർ സ്ലോപ്പ് ഇതുവഴി ഇങ്ങനെ കൈയുടെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഈ രണ്ടാമത്തെ ലൈനിൽ കൂടി ഈ പോർഷനിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ്. ഫ്രണ്ട് പോർഷനിലേക്ക് കട്ട് ചെയ്തെടുത്ത പീസാണ്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ നിവർത്തിയെടുക്കുമ്പോൾ 2 പീസ്, ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസുണ്ട്. ഇനി നമ്മൾ നല്ല ക്ലോത്തും ഇതേപോലെ തന്നെ കഴുത്ത് കട്ട് ചെയ്യരുത്. നല്ല ക്ലോത്തിൽ കഴുത്തിൻ്റെ പോർഷൻ നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് മാറ്റുക. ബാക്കി നല്ല പീസും ഇതേ മെഷർമെൻറ്റിൽ തന്നെ എടുത്തു വെക്കുക. സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം സ്കേർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ക്ലോത്ത് 2 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീതി ഭാഗം വന്നിട്ട് ഇതേ കണ്ടോ, ഇത്രയുണ്ട്. ഇങ്ങനെ 2 ആയിട്ട് മടക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര അളവിലാണ് മടക്കി ഇടേണ്ടത് എന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ട ലെങ്തിനോട്, അതായത് നമുക്ക് സ്കേർട്ടിന് വേണ്ട ലെങ്തിനോട് കൂടി ഒരു 4-5 ഇഞ്ച് കൂടുതൽ മടക്കി വേണം ഇടാനായിട്ട്. അപ്പോൾ എത്ര നീളമുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്, എത്ര തുണി എടുക്കണം എന്ന് ചോദിച്ചിട്ട്, ഓരോ അളവും ഓരോ വയസ്സിലുമുള്ള കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് അത് വയസ്സ് വെച്ച് പറയാൻ പറ്റില്ല. കാര്യം കുട്ടികളുടെ ഹൈറ്റ് അനുസരിച്ചാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര ലെങ്താണോ വേണ്ടത് സ്കേർട്ടിന്, അതിനോടുകൂടി ഒരു 5 ഇഞ്ച് എക്സ്ട്രാ തുണി കൂടി എടുക്കുക. എന്നിട്ട് വേണം നമ്മളിങ്ങനെ മടക്കിയിടാൻ. അതായത് വേണ്ട ലെങ്തിൻ്റെ നേരെ ഇരട്ടി തുണി വേണം, ഫ്രണ്ടും ബാക്കും വേണമല്ലോ. അതിനോടുകൂടി ഒരു 5 ഇഞ്ച് കൂടി എക്സ്ട്രായും കൂടി എടുക്കത്തക്ക രീതിയിൽ വേണം തുണി എടുക്കാനായിട്ട്. ഈ ക്ലോത്തിൻ്റെ ഈ ഭാഗം കണ്ടോ, ഒരു എൻഡ് പോർഷൻ, ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ കോണായിട്ട് മടക്കിയിടുക. നമ്മൾ അംബ്രല്ല സ്കേർട്ടിനൊക്കെ മടക്കിയിടത്തില്ലേ, അതുപോലെ ഇങ്ങനെ കോണായിട്ട് മടക്കിയിടുക. ഇതുപോലെ നമ്മൾ കോണായിട്ട് കണ്ടോ, ഇതുപോലെയാണ് മടക്കിയിടേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള പോർഷനാണ് കണ്ടോ, ഇതൊരു പീസ് ഓപ്പൺ അല്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പോർഷനാണ്. ഇവിടെ വന്നിട്ട് ഫുള്ളായിട്ടും ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. നമ്മളിതുപോലെ കോണായിട്ട് ഈ പീസിനെ മടക്കിയിടുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ടോപ്പിൻ്റെ ഭാഗം കണ്ടോ. അപ്പം ടോപ്പിൻ്റെ ഈ പോർഷൻ ശ്രദ്ധിക്കുക, വെക്കുമ്പോൾ ഇവിടെ ഈ അൺകട്ടഡ് ആയിട്ടുള്ള പോർഷനും നമ്മൾ ഈ ടോപ്പ് മടക്കിയിരിക്കുന്ന ഇവിടെ കണ്ടോ,
ഇവിടെ 4 പീസായിട്ടാണ് ഇരിക്കുന്നത്. 2 സൈഡിലും വരുന്ന ഭാഗമാണ് നടുക്ക് വരുന്ന പോർഷൻ. ഇതും ഒരുപോലെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഇവിടെ എവിടെയാണോ കൃത്യമായിട്ട് ഈ അളവ് കിട്ടുന്നത് അവിടെ വെക്കുക. ഉണ്ടോ, ഈ ടോപ്പിൻ്റെ ഈ ഭാഗം, ഈ താഴത്തെ ഭാഗം ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കുമ്പോൾ കണ്ടോ ഇത്രയും തുണി വരുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ തുണി മുഴുവനും കിട്ടുന്ന ആ പോർഷൻ വരെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വെക്കുക. ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക, സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ അളവിൽ തന്നെ കണ്ടോ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗമാണ്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്തും കൂടി നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താ ഇവിടെ വെച്ചിട്ട് ഈ തുണിയുടെ ഈ ടിപ്പ് പോർഷൻ നമ്മളിത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ടിപ്പ് പോർഷനിൽ വെച്ചിട്ട് ടോട്ടൽ ലെങ്ത്, അതായത് നമുക്ക് ഷോൾഡർ തൊട്ട് എത്ര ഇറക്കമാണോ ഉടുപ്പിന് വേണ്ടത് അത്രയും ഇറക്കം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ ഷോൾഡർ തൊട്ട് 38 ഇഞ്ചാണ്, 37 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു സീം അലവൻസും കൂടെ കൂട്ടി 38 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ 38 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടേപ്പ് ഇവിടെ തന്നെ, അതായത് ഈ ക്ലോത്തിൻ്റെ ഈ ടിപ്പ് പോർഷനിൽ തന്നെ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ മാർക്ക് ചെയ്യേണ്ടത് 38 ഇഞ്ച് എന്നുള്ളത്. ഇത് മുട്ടിന് താഴെ വരെ ഇറക്കമുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് കൂടുതലുണ്ടെങ്കിലോ കുറവുണ്ടെങ്കിലോ അതനുസരിച്ച് നിങ്ങൾ വ്യത്യാസം വരുത്തുക. ഈ 38 ഇഞ്ച് ഇതുപോലെ ഈ ടേപ്പ് പോർഷൻ ഇവിടെ തന്നെ ഒരു കൈ ഇവിടെ തന്നെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. എൻഡ് വരെയും മാർക്ക് ചെയ്യുക. തുണിയുടെ ഈ എൻഡ് വരെയും 38 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് റൗണ്ടായിട്ടിങ്ങനെ ഇത് ഈ മാർക്കിങ്സ് തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. ഇത് നമ്മളിതേ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, താഴെ ഇവിടെ വരെയും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് മാറ്റി ഈ പോർഷനും കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ താഴത്തെ ഈ ഭാഗവും കട്ട് ചെയ്ത് സ്കേർട്ട് എടുക്കുക. നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തു, അതുപോലെ തന്നെ താഴത്തെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ മുറിഞ്ഞ ഭാഗത്ത് തന്നെ ഒരു പീസ് 2 എണ്ണം ഉണ്ട്, പിന്നെ ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതുകൂടി ഒന്ന് ഓപ്പൺ ആക്കി ഈ പോർഷൻ കൂടി ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക. എന്നാലേ നമുക്ക് 2 പീസായിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഇവിടം കൂടി കട്ട് ചെയ്തു. കണ്ടോ, അപ്പം 2 പീസായിട്ടുള്ള ഇനി നമ്മൾ നല്ല ക്ലോത്ത്, മുകളിൽ വെക്കേണ്ട ക്ലോത്ത് ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം 2 പീസ് ഉണ്ട്, ഫ്രണ്ടും ബാക്കുമായിട്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ക്ലോത്ത് ഇങ്ങനെ വെക്കുക. ലൈനിങ് ക്ലോത്ത് നല്ല ഭാഗത്ത് വേണം വെക്കാനായിട്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കഴുത്തിൻ്റെ ഭാഗത്തു കൂടിയും കൈയുടെ ഭാഗത്തു കൂടിയും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് പീസിലും നല്ല ഭാഗത്ത് ഈ കഴുത്തിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൂടുതൽ അല്ലെങ്കിൽ പൈപ്പിംഗ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ മാത്രം നേരെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ പൈപ്പിംഗ് വെക്കുന്നില്ല, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ പീസിൽ ഞാൻ കണ്ടോ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് വെച്ച് തയ്ച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ പോർഷനും കൈയുടെ പോർഷനും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 പീസും അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 പീസിൻ്റെയും ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ തീരെ അരികിലേക്ക് കയറ്റി കട്ട് ചെയ്യരുത്. നമ്മുടെ തയ്യലിൽ കൊള്ളാണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ റിവേഴ്സ് ചെയ്തെടുക്കാം. ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ പോർഷനും ബാക്ക് പോർഷനും ഇതേപോലെ തന്നെ റിവേഴ്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഈ കഴുത്തിൻ്റെ ഈ പോർഷനിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. നന്നായിട്ട് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ കൈയുടെ ഈ പോർഷനിലും ഒരു മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസിൽ ഓപ്പണിംഗ് കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ നേരെ ഒരു സിബിൻ്റെ ലെങ്തിൽ കട്ട് ചെയ്തിട്ട് ഓപ്പണിംഗ് കൊടുക്കുക. അപ്പോൾ സിബിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുത്തേക്കാം. സിബിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വളരെ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്, അത് നോക്കി ചെയ്യുക. അപ്പോൾ അതും കൂടി ഇപ്പോൾ ചെയ്ത വീഡിയോ ഒത്തിരി ലെങ്തി ആകും. അറിയാത്തവരെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം, അതുകൂടി ഒന്ന് നോക്കുക. നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൽ ഇപ്പോൾ ലൈനിങ് ഇല്ലാത്ത ഇതുപോലുള്ള ഫ്രോക്ക് ആണെങ്കിൽ ഇത് ഡയറക്റ്റ് വെച്ചങ്ങ് തയ്ച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ ലൈനിങ്ങിൻ്റെ പുറത്തായിട്ട് ഇതുപോലെയുള്ള നെറ്റ് ക്ലോത്ത്, ഇത് 2 പീസുണ്ട്, ബാക്കും ഫ്രണ്ടുമായിട്ട് ഓരോ പീസ് വീതം എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ വെച്ചിട്ട് ചെറുതായിട്ട് വളരെ കുഞ്ഞായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് തയ്ച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക്
ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ, ഈ വി ഷേപ്പിൽ തന്നെ വേണം നമ്മൾ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുക. ഈ എൻഡ് വരെയും ഈ ക്ലോത്ത് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുക. നെറ്റിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ സെയിം ലെങ്ത്, അതിനേക്കാൾ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കുക. വിട്ട് എടുക്കേണ്ടത് ഇതിപ്പോൾ 15 ഇഞ്ചോളം വരും ഏകദേശം ഇത്രയും. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയിലധികം എടുക്കുക. ഇതിപ്പോൾ ഈ തുണിക്ക് 44 ഇഞ്ചൊക്കെ വീതി ഉണ്ടാവും. അപ്പോൾ അത്രയും തന്നെ വീതി, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ കുരുകുരാന്നുള്ള പ്ലീറ്റ്സ് കൊടുത്താൽ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ വീതി നല്ല വീതി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. മിനിമം ഇതിനേക്കാൾ 1.5 ഇരട്ടിയെങ്കിലും, ഒരു പീസിനേക്കാൾ 1.5 ഇരട്ടി ഇത്രയും കൂടിയെങ്കിലും വീതി ഉണ്ടായിരിക്കണം, എന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്കിനി പ്ലീറ്റ്സ് കൊടുത്ത് തയ്ക്കാം. ആദ്യത്തെ 1/2 ഇഞ്ച് ഇതുപോലെ പ്ലീറ്റ്സ് കൊടുക്കേണ്ടത് തയ്യൽ തുമ്പ് പോലെ അകത്ത് പോകാനുള്ളതാണ്. അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇങ്ങനെ പിടിച്ച് വെച്ച്, ചെറിയ പ്ലീറ്റ്സാണ് കൂടുതൽ ഭംഗി കാണാൻ, അതുകൊണ്ടാണ് വളരെ കുഞ്ഞായിട്ട് പ്ലീറ്റ്സ് എടുത്ത് പോവുക. ഇവിടെ സ്കേർട്ടിൻ്റെ പോർഷനിൽ ഞാൻ ഇതുപോലെ നെറ്റ് വെച്ച് തയ്ച്ചിട്ടുണ്ട്, പ്ലീറ്റ്സ് കൊടുത്ത്. ഇതുപോലെ 2 പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ പോർഷനും കണ്ടോ, ടോപ്പിൻ്റെ പോർഷനും ഇതുപോലെ തന്നെ പുറമേ കൂടി ഒരു തയ്യലും കൂടി കൊടുത്തിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ പോർഷൻ്റെ ഈ ഷോൾഡർ ഭാഗം കൂട്ടി തയ്ക്കുക. ഇവിടെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടുമായിട്ട് ഈ ടോപ്പ് പോർഷൻ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ സ്കേർട്ട് തയ്ച്ചു വെച്ചിരിക്കുന്നത് എടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗത്ത്, ടോപ്പിൻ്റെ നല്ല ഭാഗവും സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് കൃത്യം ഈ സെൻറ്ററിൽ, നമ്മൾ വി ഷേപ്പ് വെട്ടിയ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്ററിൽ ഇത് വരത്തക്ക രീതിയിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്നും തയ്ച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ഈ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് സ്കേർട്ട് പിടിച്ച് വെച്ചിങ്ങനെ ഈ എൻഡ് വരെയും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ പോർഷനും ഇതുവരെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ മറു സൈഡും അടുത്ത പീസ് വെച്ചിട്ട് ഈ രണ്ടാമത്തെ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്കേർട്ട് പീസും ഫ്രണ്ട് പീസും തമ്മിൽ കണ്ടോ, ടോപ്പ് പോർഷനും സ്കേർട്ടും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്, തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, കറക്റ്റ് വി ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പീസും അതുപോലെ തന്നെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡും കണ്ടോ, ഈ ആം ഹോൾ തൊട്ട് ഇവിടം തൊട്ട് താഴെ ഈ സ്കേർട്ടിൻ്റെ എൻഡ് വരെയും അതുപോലെ തന്നെ ഈ സൈഡും തയ്ക്കുക. അതിനുശേഷം ഈ ലൈനിങ്ങിൻ്റെ അടിഭാഗവും മടക്കി തയ്ക്കുക. പിന്നെ ഈ നെറ്റ് ക്ലോത്തിൻ്റെ അടിഭാഗവും നിങ്ങളത് മടക്കി തയ്ക്കുകയോ ലോക്ക് ചെയ്യുകയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മൾ ഫ്രോക്കിൻ്റെ 2 സൈഡും തയ്ച്ചു കഴിഞ്ഞു, അടിഭാഗവും ഒക്കെ തയ്ച്ചു. അപ്പോൾ അങ്ങനെ ഫ്രോക്ക് റെഡിയായി. വളരെ ഭംഗിയുള്ള, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനർ ഫ്രോക്കാണിത്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഡിസൈനൊക്കെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ നിറച്ച് ഫ്ലവറൊക്കെ, ഇവിടെ നിറയെ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാം. വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു മാല മാത്രം ഇട്ടാൽ പോലും ഇതിന് ഭംഗിയാണ്. കണ്ടോ, ഇതുപോലെ ഇത്രയും തിക്നെസ് ഉള്ള ഒരു മാല ഇടുകയോ, അല്ലെങ്കിൽ ഇതിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാം. ഇതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം, അങ്ങനെ വല്ലതും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക്, അതൊക്കെ അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയാക്കാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ ഒരു ലേസ് വെച്ച് തയ്ക്കാം. ഒത്തിരി ടൈപ്പ് ലേസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വി ഷേപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടെ വേണമെങ്കിൽ ലേസ് വെച്ച് തയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ ബീഡ്സ് വർക്ക് ചെയ്യാം, ഹാൻഡ് വർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്കാണ്. എല്ലാവരും തയ്ച്ച് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.